ഉറപ്പിക്കാം. സുരേഷ് ഗോപി ഒരു MP ആയിട്ട് തന്നെ തയ്യാറായി വരും. പ്രതിപക്ഷം ആവശ്യമാണെന്നുള്ളൊരു സംശയമില്ല. പക്ഷേ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അവർ. ഒരു ത്രികോണ മത്സരം സത്യസന്ധമായിട്ട് നടന്നാൽ BJP ജയിക്കും. Build your brand globally. Make your venture a success. Unique Times, Premium Business Lifestyle Magazine. ചാനലിൽ നിന്നാണ്. തൃശ്ശൂരിൽ നമ്മുടെ പ്രധാനമന്ത്രി വന്നിരിക്കുകയാണ്. വന്നു കഴിഞ്ഞ് പോയി. അപ്പോൾ അവിടെ സ്ത്രീകളുടെ വലിയ ശക്തി വന്നു. സുരേഷ് ഗോപിയെ നിൽക്കുന്നൊരു നമുക്കൊരു ചിന്തയുണ്ട് എല്ലാവർക്കും. എന്തായിത്തീരും അവിടുത്തെ റിസൾട്ട്? ആൾക്കാരുടെ ബോധം അനുസരിച്ച് വോട്ട് ചെയ്യും. ഒരു വ്യക്തിപ്രഭാവം ഉണ്ടോ മോദിക്ക് അവിടെ? പറയാണ്ട് പറ്റില്ല. ഡിപ്പെൻസ്. ധാരാളം സ്ത്രീകൾ വന്നിരുന്നു. അതെ, സാർ എന്താ പറയാനുള്ളത്? അല്ല, നമ്മളൊരു തവണ ഒരു ചേഞ്ചസ് കാണുന്നുണ്ട്. മോദി വന്നാൽ മേക്ക് എ ഡിഫറൻസ്. കാരണം അവിടെ സ്ത്രീകളുടെ പ്രസൻസ് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നമ്മളൊരു ചേഞ്ച് പ്രാവശ്യം പ്രതീക്ഷിക്കുന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. എല്ലാവർക്കും സഹായം ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരു പാർട്ടിയുടെ പൈസ എടുത്ത് ചെയ്യുന്നൊരു വ്യക്തിയല്ല. ആളുടെ സ്വന്തം അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് സഹായം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് വളരെയധികം ആൾക്കവിടെ പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്കും പ്രതീക്ഷയുണ്ട്. മോദി അവിടെ വന്നതും ജനക്കൂട്ടത്തെ കാണാനും ഇടയായിത്തീർന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ, സ്ത്രീശക്തി എന്നുള്ളൊരു പ്രത്യേകമായ ഒരു നാമം വരെ അതിനുണ്ടായി. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്ത്രീകൾക്കൊരു സുരക്ഷ ഇല്ല എന്നുള്ളതാണ് അർത്ഥം. അത് മോദി ഗവൺമെൻറ് കൊടുക്കാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലൊരു കാര്യം. ഓക്കെ, താങ്ക് യു ഫോർ കമൻറ്റ്സ്. ഓക്കെ, വെൽക്കം. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുന്നതിൽ വലിയ ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എന്തുകൊണ്ടാണ് സാർ? സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് ഒരു ജനസമ്പന്നനായ ഒരു നേതാവാണ് പുള്ളി. ഒരു MP ആയി വരുന്നത് വളരെ സന്തോഷമുള്ള ഒരാളാണ്. എൻ്റെ വീട് ഹരിപ്പാടാണ്. ഞാൻ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഇവിടെ. ശ്രീ നരേന്ദ്രമോദി അവിടെ വന്നു. ജനങ്ങളുടെ വലിയൊരു പിന്തുണ പോലെ അവിടെ കാണപ്പെട്ടു, പ്രത്യേകിച്ച് സ്ത്രീകൾ. അതാണല്ലോ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ കൂടിയത്. സ്ത്രീകൾ കൂടിയതും നരേന്ദ്രമോദിയുടെ നല്ല ഭരണത്തിന് വേണ്ടിയാണ്. സുരേഷ് ഗോപി ഇവിടെ ഒരു MP ആയിട്ട് വന്നാൽ ഇവിടുത്തെ ഒരു മന്ത്രിയാകും സുരേഷ് ഗോപി. ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. സുരേഷ് ഗോപി ഒരു MP ആയിട്ട് തന്നെ തയ്യാറായി വരും. തൃശ്ശൂർ ജനങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു വിടും. അങ്ങനെ നല്ലൊരു മനുഷ്യനാണ്. പിന്നെ വേറെന്ത് കാഴ്ചപ്പാടാ ചേട്ടാ അതിനകത്തുള്ളത്? എനിക്ക് സുരേഷ് ഗോപിയെ കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടെന്ന് വെച്ചാൽ സാധാരണക്കാരെ സഹായിക്കുന്നു. കാരണം എല്ലാ നല്ല കാര്യങ്ങൾക്കും ചെയ്യുന്നു. അത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അക്കൗണ്ട് തുറക്കും. ഈ തവണ തൃശ്ശൂരിൻ്റെ അക്കൗണ്ട്, തൃശ്ശൂരല്ല വേറെ നേമത്തും ചിലപ്പോൾ തുറക്കാൻ സാധ്യതയുണ്ട്. നേമത്ത് സാധ്യതയുണ്ടല്ലേ? സാധ്യതയുണ്ട്. 2 എണ്ണം ഞാൻ ഉറപ്പിച്ചിട്ടില്ല. തൃശ്ശൂർ ഏതായാലും കിട്ടും. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഏകദേശം പറയുന്നു കാൻഡിഡേറ്റായിട്ട്. ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വന്നിരുന്നു. സ്ത്രീകൾ ധാരാളം വന്നായിരുന്നു അവിടെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ്? വിവിധ ജില്ലകളിൽ നിന്നുള്ള സ്ത്രീകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവമാണ്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യേണ്ടത് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള വോട്ടർമാരാണ്. അവർ വോട്ട് ചെയ്താൽ അദ്ദേഹം ജയിക്കേണ്ടതാണ്. 7 മണ്ഡലങ്ങളാണ് ഒരു നിയമസഭ, ഒരു ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. ഒരു മനസാക്ഷിയുള്ള, ഒരു ബുദ്ധിയുള്ള ഒരു ആളെ ജയിപ്പിക്കേണ്ടതാണ്. രാഷ്ട്രീയം മറന്ന് ജയിപ്പിക്കേണ്ട ബാധ്യത അതാത് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ കടമയാണ്. തൃശ്ശൂർ കൂടാതെ വേറെ സ്ഥലത്തും BJPക്ക് പ്രതീക്ഷയുള്ള ഇടങ്ങളുണ്ടോ? ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? ക്രോസ് വോട്ട് ചെയ്തില്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജയിക്കും. പ്രത്യേകിച്ച് നിയമം. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി, അതായത് LDFിൻ്റെയും UDFിൻ്റെയും പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ഒന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ, ഈ LDF സഖ്യം എന്ന് പറഞ്ഞാൽ, മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കേവലം പെണ്ണുങ്ങളുടെ ചുണ്ട് പോലുള്ളൊരു അതിർത്തി, ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങിയ ഒരു കക്ഷിയാണ്. അവരുടെ കയ്യിലുള്ള മുന്നണികളും അത്രേ ഉള്ളൂ. താരതമ്യേന വോട്ടുള്ള കോൺഗ്രസുമായിട്ട് സഖ്യത്തിലാണ് തമിഴ്നാട്ടിൽ അവർക്ക് 2 സീറ്റുള്ളത്. ഒരെണ്ണം കേരളത്തിലുമുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രിഷിപ്പിലേക്ക്, പ്രധാനമന്ത്രിനെ ജയിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവൊന്നും അത്ര വോട്ടൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്കോ LDF കക്ഷികൾക്കോ ഇല്ല. അപ്പോൾ തൃശ്ശൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിന് വേണ്ടി അവർ പരിശ്രമിക്കും. അപ്പോൾ ഇപ്പോൾ തൃശ്ശൂരായാൽ പോലും ഒരു ത്രികോണ മത്സരം സത്യസന്ധമായിട്ട് നടന്നാൽ BJP ജയിക്കും. 2024 ഇലക്ഷൻ വരുന്നു.
അപ്പോൾ ഇലക്ഷന് കേന്ദ്രത്തിൽ എത്രത്തോളം BJPക്ക് മുന്നേറ്റം ഉണ്ടാവും? അത് തെരഞ്ഞെടുപ്പ് നടക്കാതെ തന്നെ BJP ജയിച്ചിരിക്കുകയാണ്. കാരണം മാൻഡേറ്റ് അങ്ങനെയാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലുള്ള മാൻഡേറ്റും ഇപ്പോൾ UPയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ഹിന്ദി ബെൽറ്റിലുണ്ടായിട്ടുള്ള വികാരവും ലോകത്ത് നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും വിലയിരുത്തുമ്പോഴേക്കും ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മോദിയെ ജയിപ്പിക്കേണ്ട ബാധ്യത ഭാരതത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കേണ്ട ആളുകളിൽ വന്നു ചേർന്നിട്ടുള്ളതുകൊണ്ട് NDA ജയിക്കും. സാർ, ശ്രീ നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നിട്ട് പോയി. അവിടെ ഒരു സ്ത്രീകൾ ധാരാളം വന്നു. അപ്പോൾ BJPക്ക് അതൊരു പ്രതീക്ഷയാണോ കേരളത്തിൽ പ്രതീക്ഷിക്കാൻ വകയുണ്ട് ഇനി. കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ട് മോഡിയോട് ആ ഒരു പ്രവർത്തന ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ധാരാളം ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ സമൂഹം, മാത്രമല്ല എല്ലാ ജനങ്ങളും. അതുകൊണ്ട് അതിൻ്റെ ഗുണം ഇവിടെ കുറച്ച് പതുക്കുകയാണെങ്കിലും കിട്ടുന്നുള്ളതിന് നല്ല പ്രതീക്ഷയുണ്ട്. ജനങ്ങളുടെ ഹൃദയത്തിൽ അത് വന്നു, തീർച്ചയായിട്ടും വന്നു. മോഡിയുടെ ഓൺലി വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാർ മോഡിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു സംശയമില്ല. ചിലപ്പോൾ ഇവിടെ വ്യത്യസ്ത മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കുറച്ച് പതുക്കിയായിരിക്കും പുരോഗമനം. പക്ഷെ ഒരു പ്രാവശ്യം പച്ച പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിലനിൽക്കും, തിരിഞ്ഞു നോക്കണ്ട. ഇത് കൂടാതെ വേറെ എവിടെയെങ്കിലും പ്രതീക്ഷയുണ്ടോ സീറ്റ് BJPക്ക് കേരളത്തിലെ അടുത്ത ഇലക്ഷന്? BJPക്ക് അടുത്ത ഇലക്ഷനിൽ 2-3 ചാൻസ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് പേര് സപ്പോർട്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ത്രികോണ മത്സരമായതുകൊണ്ട് ഇഷ്ടമില്ലാത്തൊരു പാർട്ടി വരും എന്നുള്ള കാരണത്താൽ മോഡിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാത്ത പലരുമുണ്ട്. ഇഷ്ടമില്ലാത്തവർ കയറരുതെന്നുള്ള ആ മനസ്സിലുള്ളതുകൊണ്ടാണത്. അല്ലെങ്കിൽ മോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. മോഡിയുടെ എല്ലാ കാര്യങ്ങളും, രാജ്യസ്നേഹവും രാജ്യത്തിൻ്റെ പുരോഗതിയും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തന ശൈലിയും ജനങ്ങൾക്ക് മൊത്തം ഇഷ്ടമാണ്. അതിന് സംശയമില്ല. സുരേഷ് ഗോപി സാറിനോടുള്ള വീക്ഷണം എങ്ങനെയാണ് സാറിന്? സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് ജനനന്മ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ സ്വന്തം വരുമാനത്തിൽ തന്നെ ഒരുപാട് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നു. നല്ല ആക്ടറാണ്, നല്ല നേതാവായി കാണാൻ ആഗ്രഹിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം നല്ല നേതാവാണ്, നല്ല മനുഷ്യനാണ്. നമുക്ക് ആവശ്യമുള്ള നല്ല മനുഷ്യരാണ് ഈ ഭൂമിയിൽ നല്ലൊരു നേതാവായിട്ട് വരേണ്ടത്. നമുക്ക് ഭാഗ്യമാണ് മോഡിയെ കിട്ടിയത്. മോഡിയെപ്പോലെ മോഡിയുടെ ഗ്രൂപ്പിൽ ഇതേപോലെ തന്നെ കുറേ പേരുണ്ട്. മോഡി പോയാൽ മോഡിയേക്കാളും മികച്ചവർ മോഡിയുടെ ഗ്രൂപ്പിലുണ്ട്. അവർ മുന്നോട്ട് വരും. ഇനിയുള്ള കാലത്ത് മോഡി യുഗം തന്നെയാണ്, അല്ലെങ്കിൽ മോഡിയുടെ കുട്ടിയുടെ യുഗം. കേരളത്തിലും കേന്ദ്രത്തിലും പ്രതിപക്ഷം ഇല്ലാന്നൊരു തോന്നൽ വരെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഇവിടെ പ്രതിപക്ഷം വട്ടപൂജ്യമായിരിക്കുകയാണ്. ആരും ഒന്നും തീർച്ചയായിട്ടും അവർ പ്രതികരിക്കുന്നില്ല. വേണ്ട രീതിയിൽ മോഡിയോടുള്ള നേരിടാനുള്ള ശക്തിയില്ല. പ്രതിപക്ഷം ആവശ്യമാണെന്നുള്ളൊരു സംശയമില്ല. പക്ഷേ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അവർ. കഴിഞ്ഞ ദിവസം ശ്രീ നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നിരുന്നു. വൻ ജനാവലിയുടെ മധ്യത്തിൽ അദ്ദേഹം നടന്നുപോയി. പ്രത്യേകിച്ച് സ്ത്രീകൂട്ടമാണ് നടന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നത്. ഇതൊരു പ്രതീക്ഷയാണോ BJPയുടെ കേരളത്തിൽ? BJPക്ക് പ്രതീക്ഷയാണ്. മൊത്തത്തിൽ എങ്ങനെ കാണുന്നു സാർ അതിനെ? മൊത്തത്തിൽ BJP ചെറിയ പ്രതീക്ഷയുണ്ട്. BJP പറഞ്ഞല്ലോ ഇവിടെ 2 മുന്നണികളും ഭരിച്ച് കുളമാക്കിയിട്ടേക്കല്ലേ. അതെ. അപ്പോൾ മൂന്നാമതൊരാൾ വരട്ടെ. അത് വളരെ പ്രയോജനം ജനത്തിനല്ലേ? നല്ല പ്രയോജനം ചെയ്യും. പ്രതിപക്ഷം എവിടെയാണ് ഇവിടെ നിൽക്കുന്നത്? പ്രതിപക്ഷം ഒന്നും ഇല്ലല്ലോ ഇവിടെ. പ്രതിപക്ഷം ഇല്ലല്ലോ കേരളത്തിലും കേന്ദ്രത്തിലും. കേരളത്തിലും ഇല്ലല്ലോ. ശ്രീ സുരേഷ് ഗോപി സാറിനെ എങ്ങനെ കാണുന്നത്? സുരേഷ് ഗോപി ഗുഡ് മെമ്പറല്ലേ. പുള്ളി നല്ല മനുഷ്യനാണ്. പുള്ളി തൃശ്ശൂർ ജയിക്കാൻ തന്നെ ചാൻസ് ഉണ്ടല്ലോ. തൃശ്ശൂർ നമ്മൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറെ എവിടെയൊക്കെയാണ് സാധ്യത കാണുന്നത്? വേറെ തൃശ്ശൂർ, തിരുവനന്തപുരം ചാൻസ് ഉണ്ട്. ഒരു വിഭാഗത്തിൻ്റെ ഓട്ടം കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ളൂ. ശ്രീ നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നിറങ്ങിയപ്പോൾ ജനങ്ങളുടെ ഇത്രയും സാന്നിധ്യം പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രയും പ്രതീക്ഷയില്ല. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തി. അപ്പോൾ സ്ത്രീ പങ്കാളിത്തം വളരെ കൂടുതലായി കാണപ്പെട്ടു. അപ്പോൾ ഇത് കേരളത്തിൽ BJPക്ക് ഒരു പ്രതീക്ഷയാണോ? കേരളത്തിൽ ഇത് ശരിക്കും BJPക്ക് ഒരു പ്രതീക്ഷ തന്നെയാണ്. കാര്യം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ടൊരു നിലപാട് ചിലപ്പോൾ ഉണ്ടാവും. ആദ്യമായിട്ടെന്നുള്ള ട്രെൻഡ് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതിനു മുമ്പും BJP നിയമസഭാ ഇലക്ഷന് ജയിച്ചിട്ടുണ്ട്. അത് കാരണം ഇതൊരു താൽക്കാലികമായിട്ടുള്ള തള്ളി ഇനിയും തുടരും. വേറെ എവിടേക്ക് പ്രതീക്ഷയുണ്ട് BJP മുന്നേറ്റത്തിൽ? ഗുജറാത്ത്, കേരളത്തിൽ
തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഇവിടെയൊക്കെ പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷകളുണ്ട്. അപ്പോൾ ഈ വരവ് ഇപ്പം വന്ന വരവ് വളരെ പ്രയോജനം ചെയ്യും എന്നാണ് വിശ്വാസം. കാര്യം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കാലത്തുള്ള കേസുകളൊക്കെ അങ്ങനെ സ്ത്രീകൾക്കുള്ള അതിക്രമങ്ങൾ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾ BJPക്ക് അനുകൂലമായിട്ട് നിൽക്കാനാണ് സാധ്യത കൂടുതൽ. അഭിനേതാവ് എന്നതിലുപരി നേതാവ് എന്ന രീതിയിൽ സുരേഷ് ഗോപി സാറിനെ എങ്ങനെ കാണുന്നു? സുരേഷ് ഗോപി സാറ് ശരിക്കും ഇപ്പോൾ ബഹുമാനിക്കുന്ന ഒരാളാണ്. എല്ലാവരും അദ്ദേഹത്തെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് അവരൊക്കെ പ്രവർത്തിക്കും തോറും BJPക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് ഒരു പ്രതീക്ഷ. സെലിബ്രിറ്റികൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് ഫാൻസുകാർ വോട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ താരങ്ങളെയൊക്കെ ഇലക്ഷന് വേണ്ടി നിർത്തുന്നത്. അപ്പോൾ വളരെ നല്ല പ്രതീക്ഷ തന്നെയാണല്ലേ? വളരെ നല്ല പ്രതീക്ഷ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.